ഈ വീഡിയോയിൽ വളരെ നിർണായകമായിട്ടുള്ള ഒരു ഡെവലപ്മെൻ്റ് ആണ്. അതായത് ഇന്ത്യയും ഫ്രാൻസും തമ്മിൽ നടത്തിയ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞ് വന്ന പ്രധാനപ്പെട്ട ഡീറ്റെയിൽസ്. വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ളൊരു ഡീറ്റെയിൽ ആണ്. ഇത് എന്താണെന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ 6th ജെൻ ഫൈറ്റർ ജെറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യ വളരെ നിർണായകമായിട്ടുള്ളൊരു തീരുമാനമെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യ ഇപ്പം ഏതാണ്ട് 4.5 ജനറേഷൻ ഫൈറ്റർ ജെറ്റിന് വേണ്ടി തന്നെ HAL എന്ന് പറഞ്ഞ സ്ഥാപനവുമായിട്ട് നിരന്തരം മൽപ്പിടുത്തം നടത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. അത്തരത്തിലാണ് ഇന്ത്യയുടെ ഫൈറ്റർ ജെറ്റ് മാനുഫാക്ചറിങ്, ഇന്ത്യയുടെ തേജാസ് അത് എന്നൊക്കെ നമ്മൾ പറഞ്ഞാൽ തന്നെയും ഇതുവരെ തേജാസിൻ്റെ മാർക്ക് ഫൈറ്റർ ജെറ്റ് ഇന്ത്യൻ എയർഫോഴ്സ് കൃത്യമായിട്ട് അതിനെ യുദ്ധത്തിന് ഉപയോഗിക്കുന്ന തരത്തിൽ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം നമുക്ക് ഇതിനകത്ത് ഒരുപാട് കടമ്പകൾ മുന്നോട്ട് കടക്കേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പ്രൈവറ്റ് കമ്പനികളെ ഇപ്പോൾ ഇതിനകത്ത് ഇൻവോൾവ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഭാരത് ഫോർജ്, അതുപോലെ തന്നെ L&T, ഇത്തരത്തിലുള്ള കമ്പനികളെയൊക്കെ നമ്മൾ ഇതിനകത്ത് ക്ഷണിച്ചിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഒരു പരിധിയുണ്ട്. ആ പരിധിക്ക് കൂടുതൽ നമുക്ക് അവരെ പുഷ് ചെയ്യാൻ പറ്റില്ല. അവർക്ക് ഒരു ടൈം ലൈൻ ഉണ്ട്. അവർ പ്രൈവറ്റ് കമ്പനികളാണ്. അപ്പോൾ അവരുടെ ഫണ്ടും ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ അനുസരിച്ച് അവർ ഈ R&D വർക്കുകളൊക്കെ ചെയ്ത് ഈ കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ അവരുടേതായിട്ടുള്ള സമയം കണ്ടെത്തും. അപ്പോൾ അതിന് ഒരുപാട് ടൈം ലൈൻ വേണ്ടി വരുമെന്നാണ് ചുരുക്കത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മളിപ്പോൾ തന്നെ ഈ 4.5 ജനറേഷൻ ഫൈറ്റർ ജെറ്റിന് വേണ്ടി നമ്മൾ എഴഞ്ഞഴഞ്ഞ് നീങ്ങുന്ന ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് നമുക്ക് ഒരു 2040 നമുക്ക് വേണ്ട 6th ജെൻ ഫൈറ്റർ ജെറ്റൊക്കെ എങ്ങനെ സംഘടിപ്പിക്കും? ഇതൊക്കെ വല്ലാത്തൊരു ചോദ്യമായിട്ട് തന്നെ ഇന്ത്യക്കുള്ളിൽ, ഇന്ത്യൻ എയർഫോഴ്സിൽ തന്നെ ഉയർന്നു വരുന്നുണ്ട്. അപ്പോൾ ഇത് എങ്ങനെ ഇന്ത്യ പരിഹരിക്കാൻ പോകുന്നു, എങ്ങനെയാണ് ഇതിനെ സോർട്ട് ഔട്ട് ചെയ്യാൻ പോകുന്നത് എന്ന വിഷയത്തിലേക്ക് നമ്മൾ കൂടുതൽ പഠനം നടത്തി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, ഇന്ത്യയും ഫ്രാൻസും തമ്മിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ കഴിഞ്ഞ ആഴ്ച ഇന്ത്യ സന്ദർശിച്ചിരുന്ന ആ ഒരു സമയത്ത് വളരെ നിർണായകമായിട്ടുള്ള ഒരു ചർച്ച നടത്തിയിട്ടുണ്ട്. ആ ചർച്ചയിൽ ഇന്ത്യ, ഫ്രാൻസ്, ജർമ്മനി ഈ 3 രാജ്യങ്ങളും കൂടി ചേർന്നിട്ട് അവരുടെ 6th ജെൻ ഫൈറ്റർ ജെറ്റ് പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ ആ 6th ജെൻ ഫൈറ്റർ ജെറ്റ് പ്രോഗ്രാം അവർ 2017 ഫ്രാൻസും ജർമ്മനിയും ഇതിന് തുടക്കം കുറിക്കുന്നത്, ഈ പ്രോജക്റ്റിന് വേണ്ടിയിട്ട്. ഇതുവരെ ഒന്നും ആയിട്ടില്ല, പ്രോജക്റ്റിന് തുടക്കം കുറിക്കുന്നത്. അതിലേക്ക് 2019 സ്പെയിനും കൂടി വന്ന് ജോയിൻ ചെയ്യാണ്. അപ്പം ഇവിടെ പ്രധാനമായിട്ടുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ബഡ്ജറ്റാണ്. ഇവർക്ക് ഭീമമായ ബഡ്ജറ്റ് ആവശ്യമുണ്ട്. ഇവർ പ്ലാൻ ചെയ്തിരിക്കുന്നത് 6th ജെൻ ഫൈറ്റർ ജെറ്റ് നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രോഗ്രാമാണ് ഇവർ ഒരുക്കുന്നത്. FCAS എന്നാണ് ഈ പ്രോജക്റ്റ് ഷോർട്ട് ഫോം ആയിട്ട് വിളിക്കുന്നത്. 100 ബില്യൺ ആണ് ഇതിൻ്റെ ബഡ്ജറ്റ് പറയുന്നത്. ഫ്യൂച്ചർ കോമ്പാക്ട് എയർക്രാഫ്റ്റ് സിസ്റ്റംസ് എന്നാണ് ഇതിൻ്റെ പേര്. ഇതാണ് FCAS എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഈ എയർക്രാഫ്റ്റ് 6th ജെൻ എയർക്രാഫ്റ്റ്, 6th ജെൻ ഇപ്പോൾ ഓൾറെഡി തന്നെ ചൈന എടുത്തൊരെണ്ണമുണ്ടെന്ന് ചൈന അവകാശപ്പെടുന്നുണ്ട്. പക്ഷേ അത് എവിടെയും തെളിയിക്കപ്പെട്ടിട്ടില്ല. ശരിക്കും അത്രയ്ക്ക് എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു സാധനമല്ല ചൈന എടുത്തുള്ളത്. കാരണം 6th ജെൻ എന്താണെന്നുള്ളത് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ അതിന് കുറേ സ്പെസിഫിക്കേഷൻസ് ഉണ്ട്. അതിലേക്ക് നമുക്ക് വരാം. പക്ഷേ അതിന് മുമ്പ് തന്നെ എന്താണ് ഇന്ത്യ ഫ്രാൻസുമായിട്ട് ചേർന്നെടുത്തിരിക്കുന്ന തീരുമാനം എന്നാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. അപ്പോൾ അതിൽ ഈ FCAS എന്ന് പറഞ്ഞ പ്രോജക്റ്റിൽ ഇന്ത്യ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതായത് ഇന്ത്യയും കൂടി പാർട്ട്ണറായിട്ട് ചേരാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇന്ത്യ, ഫ്രാൻസ്, സ്പെയിൻ, ജർമ്മനി 4 രാജ്യങ്ങളും കൂടി ചേർന്നിട്ട് ഈ FCAS എന്ന് പറഞ്ഞ പ്രോജക്റ്റ് മുന്നോട്ട് കൊണ്ടുപോകാം. കാരണം യൂറോപ്യൻസിന് എന്തുകൊണ്ട് ഇപ്പം ഈ 6th ജെൻ ഫൈറ്റർ ജെറ്റ് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റായിട്ട് ഇവർ ഇതിനെ നോക്കി കാണുന്നത് എന്ന് പറഞ്ഞാൽ, അതിന് പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, യൂറോപ്പിന് 5th ജെൻ ഫൈറ്റർ ജെറ്റ് തന്നെ ഇല്ല. ഈ 5th എല്ലാവരുടെ കയ്യിലും ഉള്ളത് ഏതാണ്ട് 4.5 ജനറേഷൻ ഫൈറ്റർ ജെറ്റാണ് ഇപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. 5th ജെൻ ഫൈറ്റർ ജെറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഇവർക്ക് അമേരിക്കയുടെ F-35 മാത്രമേ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നാണ് നിലവിലെ സാഹചര്യം. അപ്പോൾ അതുകൊണ്ടാണ് ഇവർ ഏറ്റവും കൂടുതൽ അമേരിക്കയുമായിട്ട് ബന്ധപ്പെട്ട് നാറ്റോ സഖ്യം, യൂറോപ്യൻ യൂണിയൻ ഇങ്ങനെയൊക്കെ എപ്പോഴും അമേരിക്കയെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നത്. പക്ഷേ ഇപ്പുറത്തെ 5th ജെൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5th ജെൻ ഫൈറ്റർ ജെറ്റുമായിട്ട് റഷ്യ ഇപ്പുറത്ത് റെഡി ആയിട്ടിരിപ്പുണ്ട്. റഷ്യ ആണെങ്കിൽ യൂറോപ്പിനെതിരാണ്. അപ്പോൾ അതുകൊണ്ട് ഇവർക്ക് അമേരിക്കയെ ഡിപ്പെൻഡ് ചെയ്തേ മുന്നോട്ട് പോകാൻ പറ്റൂ എന്നുള്ള സാഹചര്യമാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ അതിനെ മറികടക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ 5th ജെൻ ഫൈറ്റർ ജെറ്റ് പ്ലസ് 6th ജെൻ ഫൈറ്റർ ജെറ്റ് എന്നുള്ള നിലയിൽ പ്രോജക്റ്റുകൾ പ്രപ്പോസ് ചെയ്തത്. ഇപ്പോൾ ജർമ്മനിയെ നമ്മൾ നോക്കിക്കഴിഞ്ഞാലും യൂറോപ്യൻ സൈഡിലാണെങ്കിൽ യൂറോ ടൈഫൂൺ ഫൈറ്റർ ജെറ്റ് 4.5 ജനറേഷൻ. അതുപോലെ നമ്മൾ ഇപ്പുറത്ത് ഫ്രാൻസിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെയും റഫേൽ ഫൈറ്റർ ജെറ്റ് ഉണ്ട്, അതും 4.5 ജനറേഷൻ. അപ്പം ഇത്തരത്തിൽ 4.5 ജനറേഷൻ മാത്രമാണ് ഇവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുകൊണ്ടാണ് ഇവർ ഈ പ്രോജക്റ്റിൽ ഏറ്റവും കൂടുതൽ താല്പര്യം കാണിച്ച് ഇവർ സ്വമേധയാ 2017 തന്നെ തുടക്കം കുറിച്ച പ്രോജക്റ്റാണ്. ആ പ്രോജക്റ്റ് പൈസ മുടക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ തയ്യാറാണെന്നുള്ളതാണ് ഇന്ത്യ മുന്നോട്ട് വെച്ചിരിക്കുന്ന പ്രപ്പോസൽ. ഇന്ത്യയെ ചേർക്കുന്നത് കൊണ്ട് ഫ്രാൻസിനും ജർമ്മനിക്കും എന്താണ് ഗുണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യ ഏറ്റവും വലിയൊരു മാർക്കറ്റാണ്. ഈ ഒരു ഫൈറ്റർ ജെറ്റ് ഉണ്ടാക്കിയിട്ട് ആ ചെലവ് മുതലാക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഈ ഫൈറ്റർ ജെറ്റ് ഒരു 10 രാജ്യങ്ങൾക്ക് വിൽക്കണം അല്ലേ? 10 രാജ്യങ്ങൾക്ക് തെരഞ്ഞു പിടിച്ച് വിൽക്കുന്നതിന് പകരം ഒറ്റ രാജ്യം ഇന്ത്യ വാങ്ങിക്കും. ഇന്ത്യക്കാണെങ്കിൽ സ്ക്വാഡ്രൺ ഷോർട്ടേജ് ഉണ്ട്. ഇപ്പം നമ്മുടെ സ്ക്വാഡ്രൺ ഷോർട്ടേജിനെ കുറിച്ച് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യക്ക് വേണ്ടത് 42 സ്ക്വാഡ്രൺ ഫൈറ്റർ ജെറ്റുകളാണ്. നമുക്കിപ്പം ഏതാണ്ട് 29 ഉള്ളൂ. അതും 29 ഫുള്ളായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല.
അതിൽ പല മെയിൻ്റനൻസുകൾ ഉണ്ടാവും, സർവീസ് ഉണ്ടാവും, പല പല കാറ്റഗറിയിൽ മാറ്റി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ പാകിസ്ഥാനുമായിട്ടൊരു യുദ്ധം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇനഫ് ക്വാണ്ടിറ്റിയിൽ ഫൈറ്റർ ജെറ്റ് വേണം. ഇപ്പോഴത്തെ ചൈന നമ്മളെ കയറി അടിക്കാൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇനഫ് ക്വാണ്ടിറ്റിയിൽ ഫൈറ്റർ ജെറ്റ് വേണം. അപ്പോൾ അതുകൊണ്ട് ഒരു ലോങ് ടേം വാറിനൊന്നും നമുക്ക് പോകാൻ പറ്റത്തില്ല. അപ്പോൾ അത്തരത്തിലുള്ള എഫിഷ്യൻസി കുറവ് രേഖപ്പെടുത്തും ഈ സ്ക്വാഡ്രൺ കുറഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ടാണ് നമ്മൾ വളരെ ക്വിക്കായിട്ട് തന്നെ റഫേൽ ഫൈറ്റർ ജെറ്റുമായിട്ടുള്ള ഡീലിലേക്ക് മുന്നോട്ട് പോയത്. പാകിസ്ഥാന്റെ കയ്യിൽ ഏതാണ്ട് 21 സ്ക്വാഡ്രൺ ഉണ്ട്. ചൈനയുടെ കയ്യിലാണെന്നുണ്ടെങ്കിൽ ഏതാണ്ട് 50 സ്ക്വാഡ്രൺ ഉണ്ട്. അപ്പം നമ്മൾ വളരെയധികം തന്നെ പെട്ടെന്ന് തന്നെ നമ്മളുടെ സ്ക്വാഡ്രൺ വർദ്ധിപ്പിക്കേണ്ടതിൻ്റെ അത്യാവശ്യ ഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ അതാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യ എന്താണ് ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ നമ്മൾ ഈ HALനെ വിശ്വസിച്ച് മാത്രം ഇരുന്നിട്ട് കാര്യമില്ല എന്നുള്ളത് ഇപ്പം ഇന്ത്യക്ക് ബോധ്യമായി. അതിൻ്റെ ആദ്യപടിയായിട്ടാണ് നമ്മൾ പ്രൈവറ്റ് കമ്പനികളെ ഇവിടെ ഇൻവോൾവ് ചെയ്തത്. അതിൻ്റെ നെക്സ്റ്റ് ലെവലിലേക്കുള്ള മൂവ് ആയിട്ടാണ് നമ്മൾ ജർമ്മനി ഫ്രാൻസുമായിട്ട് കൂടി ചേർന്ന് അവരുടെ FCAS എന്ന് പറഞ്ഞ ആ പ്രോജക്റ്റിൽ ഫ്യൂച്ചർ കോമ്പാറ്റ് എയർക്രാഫ്റ്റ് സിസ്റ്റത്തിലേക്ക് നമ്മളും പാർട്ട്ണർ ആവാമെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി ഇതിന് പൂർണ്ണമായിട്ടുള്ള തീരുമാനം ഇതുവരെ വന്നിട്ടില്ല. ഫ്രാൻസ് ഓക്കെ പറഞ്ഞിട്ടുണ്ട്. ഫ്രാൻസ് ഇതിന് നോ ഒബ്ജക്ഷൻ ആണ്. ജർമ്മനിയും ഓക്കെ പറയുമെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം അത്തരത്തിലുള്ള റിലേഷൻഷിപ്പാണ് ഇന്ത്യ ജർമ്മനിയുമായിട്ടും ഫ്രാൻസുമായിട്ടും ഇപ്പം നിലവിൽ ബിൽഡ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നത്. നിലവിൽ ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ യൂറോപ്യൻ യൂണിയനുമായിട്ട് നമ്മൾ കൃത്യമായിട്ട് സൈൻ ചെയ്ത് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. എന്തുകൊണ്ടും ഇന്ത്യക്ക് അനുയോജ്യമായ ഒരു സമയമാണ് യൂറോപ്യൻ യൂണിയനിൽ. ഈ FCAS എന്ന് വിളിക്കുന്ന ഈ ഫ്രാൻസ്, ജർമ്മനി, സ്പെയിൻ കൂട്ടായ്മയല്ലാണ്ട് വേറെയും ബദൽ കൂട്ടായ്മകളുണ്ട്. നമുക്ക് നോക്കാം. പക്ഷെ അതിനു മുമ്പ് തന്നെ ഈ 6th ജെൻ ഫൈറ്റർ ജെറ്റിൻ്റെ പ്രത്യേകതകൾ എന്ന് പറഞ്ഞാൽ അത് ഡ്രോൺ സെറ്റപ്പ് അതിനകത്തുണ്ടാവും. അതേപോലെ ബാലിസ്റ്റിക് മിസൈലുകൾ ഇന്റർസെപ്റ്റ് ചെയ്യാനുള്ള ഇന്റർസെപ്റ്റേഴ്സ് അതിനകത്തുണ്ടാവും. അതുപോലെ 360 ഡിഗ്രിയിലുള്ള റഡാർ ഓറിയന്റേഷൻ അതിനകത്തുണ്ടാവും. അതുപോലെ ഇൻഫ്രാറെഡുമായിട്ട് ബന്ധപ്പെട്ട പവർഫുൾ സെൻസേഴ്സ് അതിനകത്തുണ്ടാവും. പിന്നെ ഇതിന്റെ സ്റ്റെൽത്ത് എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ലെവൽ സ്റ്റെൽത്ത് ആയിട്ടാണ് ഇതിനെ കൺസിഡർ ചെയ്യുന്നത്. അഡ്വാൻസ്ഡ് റഡാർ അബ്സോർബിംഗ് മെറ്റീരിയൽസ്, റെഡ്യൂസ്ഡ് IR ഇലക്ട്രോണിക് സിഗ്നേച്ചർ. മറ്റുള്ള സ്റ്റെൽത്തുകളെല്ലാം തന്നെ എക്സ്ബാൻഡിൽ മാത്രമായിട്ട് ഒതുങ്ങുമ്പോൾ ഈ 6th ജെൻ്റെ സ്റ്റെൽത്ത് എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ റഡാറിന്റെ ബാൻഡുകളെ ഒപ്റ്റിമൈസ് ചെയ്യുന്ന തരത്തിലായിരിക്കും ഇതിന്റെ നിർമ്മാണം. പിന്നെ ഇതിന്റെ ടൈൽസ് ഡിസൈനിലും വ്യത്യാസമുണ്ടാവും. അതിന്റെ ടെയിൽ എൻഡ് എന്ന് പറയുന്നത് ലോവർ റഡാർ ക്രോസ് സെക്ഷൻ ബേസിസിലായിരിക്കും ഇതിന്റെ ഡിസൈൻ. അത് AI ഡിസിഷൻ മേക്കിംഗ്, അതേപോലെ ബാറ്റിൽ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട ഏരിയ ക്യാപ്ചർ ചെയ്യുന്ന കപ്പാസിറ്റി, അതുപോലെ തന്നെ പ്രെഡിക്റ്റീവ് പീരിയോഡിക് മെയിൻ്റനൻസ്, പിന്നെ മെയിനായിട്ടും ഓപ്ഷണൽ അൺമാൻഡ് കേപ്പബിലിറ്റി, അതായത് ആളില്ലാതെ തന്നെ വിമാനം പറത്താൻ പറ്റുന്ന രീതിയിലുള്ള ടെക്നോളജി ഇതിനകത്ത് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടാവും. അതാണ് ചുരുക്കത്തിൽ നമുക്ക് ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത്. അതുപോലെ ഡ്രോണുകളും തന്നെ സെപ്പറേറ്റ് ആയിട്ട് ഇതിൻ്റെ ഉള്ളിൽ ആഡ് ചെയ്തിട്ടുണ്ടാവും. സ്പീഡ് തീർച്ചയായിട്ടും 2+ മാക്സ് സ്പീഡായിരിക്കും. അതുപോലെ തന്നെ എല്ലാം തന്നെ അഡ്വാൻസ്ഡ് ആയിരിക്കും. അഡ്വാൻസ്ഡ് റഡാർ സിസ്റ്റം എല്ലാം ഉൾപ്പെടെയുള്ള ഒരു സൂപ്പർ സാധനമാണ് പണിഞ്ഞിറക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കുന്നത്. ഫ്രാൻസിൻ്റെ അടുത്താണ് ഇന്ത്യ ഈ ഒരു പ്രപ്പോസൽ ആദ്യം ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ഇനി ഇമ്മാനുവൽ മാക്രോൺ ജർമ്മനിയിലെ മേഴ്സ് ഫ്രെഡറിക്കുമായിട്ട് ആലോചിച്ച് ഇതുമായിട്ട് ബന്ധപ്പെട്ട തീരുമാനങ്ങൾ ഇന്ത്യയെ അറിയിക്കും. ഇന്ത്യ അവിടേക്കാണ് പ്രപ്പോസൽ വെച്ചിരിക്കുന്നത്. അങ്ങനെ ചെയ്യുന്നത് വളരെ നല്ല കാര്യമാണ്. കാരണം 6th ജെൻ ഫൈറ്റർ ജെറ്റ് നമുക്ക് 2040 തന്നെ നല്ലൊരു ക്വാണ്ടിറ്റി ഇന്ത്യയുടെ കയ്യിലുണ്ടാവും. ഇന്ത്യയുടെ വളർച്ച, ഇന്ത്യയുടെ ഗ്രോത്ത്, ഇന്ത്യയുടെ GDP, ഇന്ത്യ ചൈനയെ മറികടക്കുന്ന തരത്തിലുള്ള വളർച്ച, ഇതെല്ലാം തന്നെ ഒരു സൈഡിൽ നിൽക്കട്ടെ. പക്ഷേ നമുക്ക് അതിനു മുമ്പ് തന്നെ നമ്മളുടെ ഡിഫൻസ് മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് വളരെ നിർണായകമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ടതുണ്ട്. അല്ല സാമ്പത്തികമായിട്ട് മാത്രം നമ്മൾ വളർന്നിട്ട് കാര്യമില്ല, ഡിഫൻസ് മേഖലയിൽ നിർണായകമായിട്ടുള്ള വളർച്ച നമ്മൾ കൈവരിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പം നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ജർമ്മൻ ടെക്നോളജിയോടൊപ്പം സഞ്ചരിക്കാനും ആ ടെക്നോളജി ഇന്ത്യക്കുള്ളിൽ കൊണ്ടുവരാനുമുള്ള ഒരു സാഹചര്യത്തിനാണ് ഇന്ത്യ ഇപ്പം ഈ ഒരു പ്രപ്പോസൽ ത്രൂ വഴിയൊരുക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേ ഇത് സാധിക്കുമോ ചോദിച്ചു കഴിഞ്ഞാൽ ഇത് സാധിച്ചാൽ വളരെ നന്നായിരിക്കുമെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതേപോലെ തന്നെ ഇതിന് ബദലായിട്ട് UK, ഇറ്റലി, ജപ്പാൻ ഇവർ 3 പേരും കൂടി ചേർന്നിട്ട് ഇതേപോലെ ഒരു ഫൈറ്റർ ജെറ്റ് നിർമ്മിക്കാനുള്ള പദ്ധതി ഒരുക്കുന്നുണ്ട്. അവരുടെ ഇടയിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇപ്പൊ ജർമ്മനി ഇതിൽ നിന്നും എന്തെങ്കിലുമൊക്കെ വിയോജിപ്പുകൾ രേഖപ്പെടുത്തുന്നെങ്കിൽ ഫ്രാൻസ് സെപ്പറേറ്റ് ആയിട്ട് ഇന്ത്യയുമായിട്ട് കൂടി ചേർന്ന് ഈ പ്രോജക്റ്റിൽ ഇടപെടും എന്നുള്ളൊരു ഉറപ്പ് ഡെസാൾട്ട് എന്ന് പറഞ്ഞ കമ്പനി നമുക്ക് തന്നിട്ടുണ്ട്. ഈ ഡെസാൾട്ട് എന്ന് പറഞ്ഞ കമ്പനിയാണ് ഇപ്പോൾ ഇന്ത്യ ഏറ്റവും കീ പ്ലെയർ ആയിട്ട് വെച്ച് കളിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ഈ വിഷയത്തിൽ, ഈ 6th ജെൻ ഫൈറ്റർ ജെറ്റുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ. അപ്പോൾ നേരിട്ട് നമുക്ക് 6th ജെൻ ഫൈറ്റർ ജെറ്റിന്റെ ടെക്നോളജി അഡോപ്റ്റ് ചെയ്യാനുള്ള ശ്രമത്തിലാണ് ഇന്ത്യ മുന്നോട്ട് പോകുന്നത്. എന്തുകൊണ്ടാണ് നമ്മൾ കൂടുതൽ മറ്റുള്ള ഫൈറ്റർ ജെറ്റുകളിലേക്കൊന്നും പോവാതെ ഫ്രാൻസിന്റെ ഡീലുമായിട്ട് മുന്നോട്ട് പോയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ബിയോണ്ട് റഫേൽ ഫൈറ്റർ ജെറ്റ് ആ മേഖലയിൽ നമ്മൾ ഇന്ത്യയും ഫ്രാൻസും തമ്മിൽ വളരെ ദീർഘമായ ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. ആ ഒരു ഫ്യൂച്ചറിസ്റ്റിക് വിഷനോടുകൂടി 6th ജെൻ ഫൈറ്റർ ജെറ്റ് അത് ഫ്രാൻസിനും ഇന്ത്യക്കും ഒരേപോലെ ലഭ്യമാക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ത്യ വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ട് തന്നെയാണ് ഈ വിഷയം ഫ്രാൻസുമായിട്ട് ചർച്ച നടത്തിയിരിക്കുന്നത്. ഇപ്പം എന്തുകൊണ്ടും ജർമ്മനിയെ കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും ഫ്രാൻസ് ഈ ടെക്നോളജിയിൽ കുറച്ചുകൂടെ ഡോമിനേറ്റഡ് ആണ്. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഇപ്പം ജർമ്മനി നോക്കുക, അവിടെ ആണവായുധങ്ങളോ അങ്ങനത്തെ സംവിധാനങ്ങളൊന്നുമില്ല, അവിടെ ന്യൂക്ക് പവേർഡ് സബ്മറൈൻസ് ഒന്നുമില്ല, അതുപോലെ തന്നെ എയർ സുപ്പീരിയോറിറ്റിയും അവർക്കില്ല. പക്ഷേ ഫ്രാൻസിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ നോക്കൂ, ഫ്രാൻസിൽ റഫേൽ ഫൈറ്റർ ജെറ്റ് ഉണ്ട്,
അതുപോലെ തന്നെ ഫ്രാൻസിന് ന്യൂക്ക് സബ്മറൈൻ ബിൽഡ് ചെയ്യാനും അത് മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ നല്ല കേപ്പബിലിറ്റിയുള്ള രാജ്യമാണ് ഫ്രാൻസ് ജർമ്മനിയെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ. അതുകൊണ്ട് തന്നെ ഫ്രാൻസ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡിഫൻസ് പാർട്ണറായിട്ട് ഇന്ത്യക്ക് മാറുകയാണ് ഈ ഒരു പ്രോജക്റ്റ് അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ. ഇതിനകത്ത് ഫ്രാൻസ് ഇന്ത്യക്ക് തന്നിരിക്കുന്ന ഉറപ്പ് ജർമ്മനി വന്നാലും ഇല്ലെങ്കിലും ഫ്രാൻസ് ഈ പ്രോജക്റ്റുമായിട്ട് മുന്നോട്ട് പോകും. കാരണം ഫ്രാൻസിൽ ഓൾറെഡി തന്നെ റഫേലുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ബേസ് ടെക്നോളജി ഓൾറെഡി അവരുടെ അടുത്തുണ്ട്. മൾട്ടി റോൾ കേപ്പബിലിറ്റിയും കാര്യങ്ങളെല്ലാം നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നെങ്കിലും നമ്മുടെ ഇന്ത്യൻ ആർമിക്ക് തന്നെ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ലെവലിലല്ല HALന്റെ മാനുഫാക്ചറിങ് ഇതുവരെ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ സാഹചര്യത്തിൽ നമുക്ക് ശക്തമായ രീതിയിലൊരു പാർട്ട്ണർ വേണം. നമ്മൾ പൈസ മുടക്കാൻ തയ്യാറാണ്. ഇതാണ് നമ്മൾ അറിയിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ പ്രോജക്റ്റ് വിജയിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇത് ഒരു പോസിറ്റീവ് സൈനായിട്ട് തന്നെ മാറട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നുമുണ്ട്. ഇപ്പോൾ ഇതിനകത്ത് ഇന്ത്യയും കൂടി പാർട്ണർ ആയി കഴിഞ്ഞാൽ 130 ബില്യൺ എന്നുള്ള ഒരു ബഡ്ജറ്റ് വെച്ചിട്ടാണ് ഈ FCAS എന്ന് പറഞ്ഞ ഒരു പ്രോജക്റ്റ് മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഒരു പോസിറ്റീവ് റെസ്പോൺസ് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇല്ലെങ്കിൽ ഇന്ത്യയും ഫ്രാൻസും തമ്മിൽ ഈ പ്രോജക്റ്റ് മുന്നോട്ട് കൊണ്ടുപോകും. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിഷയമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ വിഷയം സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടിരിക്കുന്നത്. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.